എന്നാ മോളെ? പപ്പ ഞാൻ ഇനി കോളേജിൽ പോകൂല, ഒരിടത്തും പോകൂല. ആ സിനിമ ടിക്കറ്റ് കിട്ടിയില്ല, അതാ ഇന്ന് സിനിമ കാണാൻ പോണ കോളേജിൽ പോവല്ലെന്നും ടിക്കറ്റ് കിട്ടിയില്ല, അതാ നീ കോളേജിൽ പോകണം. പപ്പ അതല്ല, ആ വായനശാലയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വായ നോക്കി അമ്പലിക്കുട്ടയില്ലേ, അവൻ എന്നെ ഭയങ്കര ശല്യം ചെയ്യുക. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ എന്റെ കൈ കയറി പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അത്രക്കായോ ഇവനിന്ന് ഞാൻ ഇരട്ടക്കുഴൽ തുപ്പാക്കി കൊടലാട്ടത്തിനെ തുപ്പി നോക്കുന്ന തറാ തുപ്പി കൂടെ ഞാൻ കലിച്ചിറങ്ങിയതാ, പൊലിച്ചങ്ങ് പോയി. ഒരൊറ്റ അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല, പറ്റിയല്ല. ഒന്നെങ്കിൽ അവനെ ഞാൻ ഈ തോക്കിന്റെ പാത്തിക്ക് അവനെ അടിച്ച് ഞാൻ കൊല്ലും, അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കും. എന്തിനാ പാത്തിക്ക് അടിക്കുന്നത്? വെടിവെച്ച് വന്നുകൂടായോ? വെടിവെച്ച് വന്നു. എടാ ഇതിനകത്ത് ഉണ്ടാക്കി എന്നാ വിലയാന്നറിയാം, ഒരെണ്ണേ ഉള്ളൂ, 450 രൂപ. നിന്റെ ഉണ്ടോ കൊടുക്കാൻ? ഇത് വെടിയുണ്ടായല്ലോ, അരിയുണ്ടല്ലോ. പറഞ്ഞതേ ഉള്ളൂ. അവനെ ഞാൻ വെടിവെച്ച് കൊല്ലും ഞാൻ. നിങ്ങളൊക്കെ കയറി പോയിനടികളെ, ഒന്നിച്ച് പറഞ്ഞ രണ്ടായിട്ട് പറഞ്ഞ ലാഗാവുല്ലോ എന്നോർത്താ. എടുത്തു ചാടി ഇപ്പൊ ഒന്നും ചെയ്യരുത്, അവൻ മഹാ ചെറ്റയാ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ മുതലാളി അവനെ കൊന്നു കഴിഞ്ഞാൽ ആരകത്ത് പോയി ഉണ്ട തിന്നുന്നത്? നീ പോയി ഉണ്ട തിന്നും. സാധാരണ അങ്ങനെയാണോ മുതലാളിമാർ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ താഴെ കിണവന്മാരാണല്ലോ അകത്ത് പോകുന്നത്. അത് അന്ന്, പക്ഷെ ഇപ്പൊ അതല്ല. നീ വന്നേ, എടുത്തിയാടി ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യം മുതലാളി ഈ ജോത്സ്യന്റെ അടുത്ത് ചെന്നപ്പോ ജോത്സ്യൻ എന്തോ പറഞ്ഞത്? മകളെ ആദ്യം താലി കെട്ടാന്നോണം പിറ്റേ ദിവസം ചത്തുപോകും, രണ്ടാമത് കെട്ടതേ ശാശ്വതമാകത്തുള്ളൂ. അങ്ങനാണല്ലോ പറഞ്ഞത്. അതെ. അപ്പൊ നമ്മൾ നന്നായിട്ട് ചിന്തിച്ചേ, നമ്മൾ ഈ അമ്പലിക്കൊട്ടുന്ന ചെറ്റയെ കൊണ്ട് നമ്മളെ മോളെ കല്യാണം കഴിപ്പിക്കുന്നു. അത് എന്റെ മുഖത്ത് അടപ്രഥമുണ്ടായിരുന്നു. അല്ലെന്ന് അടിച്ചപ്പോ കൈ ചൂടായി നക്കി അങ്ങ് തണുപ്പിച്ചതാ. മുതലാളി ഞാൻ പറയട്ടെ, ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഈ അമ്പലിക്കുട്ടിനെ കൊണ്ട് നമ്മളെ മോളെ കെട്ടിച്ച് കഴിഞ്ഞാൽ എന്റെ മോക്ക് കെട്ടിച്ചു കൊടുക്കാൻ മുതലാളി തോക്കിക്കേറി വെടിവെക്കാതെ കാര്യം പറയുന്നത് കേട്ട്, നമ്മൾ അങ്ങനെ കെട്ടിച്ചു കഴിഞ്ഞാൽ അവളെ ജാതകദോഷം മാറുകയും ചെയ്യും. ഈ അമ്പലിക്കുട്ടി എന്ന് പറഞ്ഞ തെണ്ടി നേരം വെളുക്കുമ്പോൾ ചത്ത് കിടക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോ നല്ലൊരു കോടീശ്വരന്റെ മോനെ കൊണ്ട് നമ്മളെ മോളെ കെട്ടിച്ചൂടെ? ആ ഐഡിയ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അവൻ ഇതിനും വരുവോ? അതൊക്കെ അവനെ കൊണ്ടുവരുന്ന ഞാനായിട്ട് സംഭവം അങ്ങനെ ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്, എന്റെ ഐഡിയ അങ്ങനെ ഉണ്ട്. ആ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ട്. മോലാളി ചേച്ചിയെ മോളെയും വിളിച്ചിട്ട് കാര്യം പറ, ഞാൻ അവനെ പൊക്കിക്കൊണ്ടുവരാം. ആണോ? എന്നാ ശരി, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, ബോളിങ് വന്നേ. അതെ, നമുക്ക് അവന്റെ പേരെന്നാന്ന് അമ്പളിക്കുട്ടനെ കൊണ്ട് ഇവിടെ അങ്ങ് താലി കെട്ടിച്ചാലും. ആവശ്യമില്ലാത്ത കാര്യം പറയല്ലോ, കണ്ട അഴുക്ക ചെറുക്കന്മാരെ കൊണ്ടൊക്കെ എന്റെ കൊച്ചിനെ എടി ഞാൻ പറഞ്ഞ കേക്ക്, അതാ പറഞ്ഞ ചാടല്ലെന്ന് പറഞ്ഞേ. ജോൺസൺ എന്താ പറഞ്ഞത്? ആദ്യം ഇവിടെ 6 താലി കെട്ടുന്നു, പിറ്റേ ദിവസം ചത്തു പോകുന്നാണോ പറഞ്ഞേക്കണം. രണ്ടാമത് കെട്ടുന്നല്ല ശാശ്വതമാകത്തുള്ളൂ. അവന്റെ ശല്യവും തീരും, രണ്ടാമത് മോക്ക് നല്ലൊരു കല്യാണവും വരും. മോക്ക് ധൈര്യമായിട്ട് വഴിക്ക് നടക്കാലോ. അവൻ ഇന്ന് ശല്യമാന്നല്ലേ പറഞ്ഞത്.